ബഹുമാന്യനായ നമ്മുടെ കേരള നിയമസഭാ സ്പീക്കർ സീർ സാറിൻ്റെ ഒരു പ്രസ്താവന കാണാനിടയായി. അദ്ദേഹം പറഞ്ഞത് RSS ഒരു പ്രമുഖ സംഘടനയാണ്, അവരെ കാണുന്നതിൽ എന്താണ് തെറ്റ്? അത് കാണുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ല. സംഗതി കലക്കി. ഗണപതിയിൽ തൂക്കിയിട്ടടിച്ചപ്പോൾ അടികൊണ്ടത് മുഴുവൻ ഷംസീർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനല്ല, മറിച്ച് ഒരു സമുദായത്തിനാണ്. അങ്ങേപ്പോലുള്ളവർക്ക് അത്തരം പ്രത്യേകിച്ചുള്ള കാഴ്ചപ്പാടുകളൊന്നും അതിലില്ല എന്ന് അന്ന് എല്ലാവരും പറഞ്ഞിട്ടും ആക്രമിച്ച സംഘപരിവാറുകാർ അങ്ങയെ വിട്ടില്ല. ഗണപതിയിലൂടെ അവർ ഉന്നം വെച്ചത് അങ്ങയുടെ ശരീരത്തിൽ മാത്രമല്ല, അങ്ങ് ജനിച്ചു എന്ന് പറയപ്പെടുന്നതാണ്, അങ്ങ് അംഗീകരിക്കുന്നതല്ല, ഒരു സമുദായത്തിൻ്റെ നേരെയാണ്. ഏതായാലും അങ്ങ് പറഞ്ഞത് വാസ്തവമാണ്. അങ്ങയ്ക്ക് RSS ഒരു പ്രമുഖ സംഘടനയാണ്. അങ്ങയ്ക്ക് അതിലൊരു ഭയവും തോന്നേണ്ട കാര്യമില്ല. ബാക്കിയുള്ള പാവങ്ങളെ ഭയപ്പെടുത്തി അവരെ ഒപ്പം നിർത്തുക എന്നുള്ളതും നല്ല സ്വാധീനവും കഴിവും കച്ചവടവും ശേഷിയും ഒക്കെയുള്ള നമ്മളെപ്പോലുള്ളവരൊക്കെ അവരുമായി ചെങ്ങാത്തത്തിലാവുകയും ഒക്കെ ചെയ്താൽ നമ്മളൊക്കെ സുരക്ഷിതരാണ്. അടികൊണ്ട് മരിക്കുന്നതും അപകടത്തിൽ മരിക്കുന്നതും വികാരം കൊണ്ടുപോകുന്നതുമൊക്കെ പാവങ്ങളായ മനുഷ്യരാണ്. ആ ഗണത്തിൽ സാറില്ലാത്തതുകൊണ്ട് ഭയപ്പെടുകയേ വേണ്ട. എന്ന് മാത്രമല്ല, തലശ്ശേരിയിൽ ഒരുപാട് മാപ്പിള സഖാക്കൾ അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ അങ്ങ് ഭയപ്പെടുകയേ വേണ്ട. എത്ര നാൾ പാർട്ടി സീറ്റ് തരുന്നോ അത്രയും നാൾ അങ്ങ് MLA ആയിരിക്കും. നമ്മുടെ AN ഷംസീർ സാറ് കേരള നിയമസഭാ സ്പീക്കറുടെ ഒരു പ്രസ്താവന കണ്ടു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നത് നമ്മുടെ ADGP അജിത് കുമാർ സാറ് RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളെക്കുറിച്ച് ആളുകൾ ചോദിച്ചപ്പോഴാണ്. അദ്ദേഹം ഒരു ബാലൻസിങ്ങിന് വേണ്ടി പറഞ്ഞതാണോ എന്നെനിക്കറിയില്ല. കാരണം പണ്ട് ഗണപതിയെ പറഞ്ഞ് അടി ഒരുപാട് വാങ്ങിച്ചതാണ്. അടി അങ്ങേർക്ക് മാത്രമല്ല കിട്ടിയത്, അതല്ലേ അതിൻ്റെ ഒരു രസം. ഇത്തരം പേരുകാർ അവർക്ക് മതവിശ്വാസം ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ എന്തുമായാൽ പോലും ഈ പേരുകാരെ കിട്ടിയാൽ സംഘപരിവാറുകാരെ അടിക്കുന്നത് മുഴുവൻ പാവപ്പെട്ട കാക്കാമാരുടെ പുറത്താണ്. ആ കാക്കാമാരെ ആകട്ടെ ഇവരെപ്പോലെയുള്ള ആളുകൾ RSSകാർ വന്ന് പിടിക്കും, മുണുങ്ങും, തിന്നും, കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ നെഞ്ചും കൂട്ടിൽ ഒളിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാണ് എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. എന്നിട്ട് ഓരോ തവണയും ഈ വികാരം കത്തിച്ച് വോട്ട് വാങ്ങിച്ച് ജയിക്കും. എന്നിട്ട് ഞങ്ങളെപ്പോലുള്ള സ്വാധീനമുള്ളവരുമൊക്കെ അവരുമായി ചങ്ങാത്തം കൂടും, അവർക്ക് പിരിവ് കൊടുക്കും, അവരുമായി കച്ചവടം നടത്തും, അവരുമായി സന്തോഷത്തിലേർപ്പെടും. പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അവരധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെയോ ഏതെങ്കിലും ഒരു മുസ്ലിം MLAയോ എന്തെങ്കിലും ചെയ്തോ? ആകെ ചെയ്തത് നമ്മുടെ സൽമാൻ ഖുർഷിദ് എന്ന് പറയുന്ന UPയിലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് തീയിടുകയോ മറ്റോ ആണ് ചെയ്തത്. പിന്നെ സയ്യിദ് ജിഫ്രി എന്ന് പറയുന്ന ഒരു MLA ഗുജറാത്തിൽ ചുട്ടരിച്ചു കൊന്നു. അതൊക്കെ മാത്രമാണ് നടന്നത്. കേരളം ഭദ്രമാണ്. എന്തെന്ന് വെച്ചാൽ കേരളത്തിൽ കാക്കാമാരെ പേടിപ്പിച്ച് ഒപ്പം നിർത്താമെങ്കിൽ പിന്നെ ജയിക്കുന്നതിനും ഒന്നും യാതൊരു പ്രയാസവുമില്ല. സംരക്ഷണം എല്ലാ അർത്ഥത്തിലും കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് അതൊരു പ്രമുഖ സംഘടനയും അതിനെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ തോന്നിയത്. പിന്നെ അത് മാത്രവുമല്ല, പണ്ട് ഗണപതിക്ക് കിട്ടിയ അടി ഒന്ന് തൂത്ത് വൃത്തിയാക്കി മതേതരവാദിയാകാൻ കിട്ടിയ ഒരവസരവുമാണ്. നന്നായി സാറേ, അത് ഉപയോഗിച്ചത് നന്നായി. സാറിൻ്റെ ഒരു മതേതരത്വത്തിൻ്റെ ഗ്രാഫും സാറിനോട് ഈ സംഘപരിവാറുകാർക്ക് പണ്ട് നഷ്ടപ്പെട്ട ഒരു ഇഷ്ടവും ഒക്കെ കൂടി വരട്ടെ. എന്നിട്ട് അങ്ങയുടെ മുഖം ലംഘട്ടെ നല്ല സന്തോഷത്തോടെ.